പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേറ്റ് ബാങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ ചാനൽ കൗണ്ടർ അഥവാ GCC എന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇത് എന്താണെന്ന് പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പൊ ഈ കൗണ്ടറിലേക്ക് നമ്മുടെ ATM കാർഡുമായി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന മൈക്രോ ATM അഥവാ മിനി ATM, അതിനെ സ്വൈപ്പിംഗ് മെഷീൻ എന്നും പറയാറുണ്ട്. ആ മെഷീനിലേക്ക് നമ്മുടെ ATM കാർഡ് ഇൻസർട്ട് ചെയ്തുകൊണ്ട് സാധാരണയായി നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാഷ് വിഡ്രോവൽ, ക്യാഷ് ഡെപ്പോസിറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ പോലുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും തന്നെ നമുക്ക് ഈ ഒരു മെഷീനിലൂടെ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോയിൽ GCCയിലൂടെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പലർക്കും SBIയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്കൊക്കെ GCCയെ കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്കൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു സന്തോഷമാണ്, അതുപോലെ പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ളൊരു പ്രോത്സാഹനവുമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. GCCയിലൂടെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ച് ചെയ്യാവുന്ന എല്ലാ ട്രാൻസാക്ഷനുകളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. SBI ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. SBIയിലെ ഗ്രീൻ ചാനൽ കൗണ്ടറിൽ നമ്മൾ ATM കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ട മെഷീൻ ഇതാണ്. നേരത്തെയുള്ള ATM കാർഡുകളൊക്കെ ഈ മെഷീനിന്റെ സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലേക്ക് ചെരിച്ചു പിടിച്ചുകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വലിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കാർഡുകളില്ല. പകരം ഇപ്പൊ ഇറങ്ങുന്ന ATM കാർഡുകളൊക്കെ ചിപ്പോടെയാണ് ഇറങ്ങുന്നത്. അതായത് ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെയുള്ള കാർഡുകളാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ കാർഡുകൾ ഈ മെഷീനിന്റെ ഈ താഴെ ഭാഗത്തുള്ള ആ ഗ്യാപ്പിലൂടെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് ട്രാൻസാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ പൂർത്തിയാകുമ്പോൾ മാത്രമേ നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. അപ്പൊ നമ്മുടെ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഈ മെഷീനിന്റെ ആ കീപാഡ് കാണുന്നുണ്ടല്ലോ, അതിന്റെ താഴെയായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിലേക്കാണ് ഇൻസർട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഈ ഭാഗത്താണ് ആ ഗ്യാപ്പ് വരുന്നത്. അതിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് ഇൻസർട്ട് ചെയ്യുക. കാർഡ് മുഴുവനായിട്ടും മെഷീനിലേക്ക് കയറുകയില്ല, ഇത്ര ഭാഗമേ കയറുകയുള്ളൂ. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. അങ്ങനെ ഇൻസർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ സ്ക്രീനിൽ ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ 4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. 1 ക്യാഷ് ഡെപ്പോസിറ്റ്, 2 ക്യാഷ് വിഡ്രോവൽ, 3 ഫണ്ട് ട്രാൻസ്ഫർ, 4 ബാലൻസ് എൻക്വയറി. അപ്പൊ നമുക്കിവിടെ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണല്ലോ വേണ്ടത്. അതിന് സ്ക്രീനിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്യാഷ് വിഡ്രോവൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനാണ് ക്യാഷ് വിഡ്രോവൽ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കീപാഡിൽ രണ്ടാമത്തെ നമ്പർ പ്രസ് ചെയ്യണം. ഞാനിപ്പോ ഇവിടെ കീപാഡിൽ കാണിക്കാം. അപ്പൊ ഇവിടെ കാണുന്ന നമ്പറുകളിൽ നമ്മൾ 2 പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അതിൽ പ്രസ് ചെയ്തതും തന്നെ സ്ക്രീനിൽ എൻ്റർ എമൗണ്ട് എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമുക്ക് എത്ര രൂപയാണോ വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മെഷീനിലൂടെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം എത്ര രൂപ വിഡ്രോവൽ ചെയ്യാം എന്നതിനെ കുറിച്ച് പറയാം. ഈ മെഷീനിൽ നമ്മുടെ ATM കാർഡ് ഒരു തവണ ഇൻസർട്ട് ചെയ്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അതായത് ഒരു തവണ നമ്മൾ പ്രസ് ചെയ്ത് ക്യാഷ് എടുക്കുന്നതിന്റെ ലിമിറ്റേഷൻ ആണ്, ഒരു ദിവസത്തെ അല്ല. ഇപ്പൊ SBIയുടെ സാധാരണയായിട്ട് ഇറങ്ങുന്ന ATM കാർഡുകൾക്കൊക്കെ 40,000 രൂപയാണ് ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ. അപ്പൊ നമ്മൾ ആ കാർഡ് ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ എന്നതും ഒരു തവണത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതായത് 40,000 രൂപയെ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ SBIയുടെ തന്നെ പ്ലാറ്റിനം ATM കാർഡുകൾക്കൊക്കെ ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അപ്പൊ നമുക്ക് ആ കാർഡുകൾ ഉപയോഗിച്ച് 1,00,000 രൂപയാണ് വിഡ്രോവൽ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒരു തവണ ഈ മെഷീനിലേക്ക് കാർഡ് ഇൻസർട്ട് ചെയ്തിട്ട് 40,000 രൂപ വിഡ്രോ ചെയ്യുക. വീണ്ടും അടുത്ത ഒരു ട്രാൻസാക്ഷനിലൂടെ വീണ്ടും കാർഡ് ഇട്ടിട്ട് നമ്മൾ 40,000 കൂടി വിഡ്രോവൽ ചെയ്യുക.
വീണ്ടും അടുത്ത തവണയും നമ്മൾ ATM കാർഡ് ഇൻസർട്ട് ചെയ്തിട്ട് 20,000 കൂടി വിഡ്രോവൽ ചെയ്യുക. അങ്ങനെ 3 തവണയായിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ 1,00,000 രൂപ ഈ മെഷീനിലൂടെ വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അതായത് ഒരു തവണത്തെ ഈ മെഷീനിലൂടെയുള്ള വിഡ്രോവൽ ലിമിറ്റേഷൻ 40,000 രൂപയാണ്. എന്നാൽ കാർഡിന് അതിൽ കൂടുതൽ ക്യാഷ് ഒരു ദിവസത്തേക്ക് വിഡ്രോവൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പല തവണകളായിട്ട് നമുക്ക് ഈ മെഷീനിലൂടെ കാർഡ് ഇൻസർട്ട് ചെയ്തിട്ട് അത്രയും ക്യാഷ് തന്നെ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. SBIയുടെ ATM കാർഡ് മാത്രമേ നമുക്ക് SBIയിൽ പോയിട്ട് ഗ്രീൻ ചാനൽ കൗണ്ടറിലൂടെ ഈ രീതിയിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല നിങ്ങളുടെ തന്നെ ATM കാർഡ് കൊണ്ടുപോയാലേ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ATM കാർഡ് അല്ലാതെ മറ്റാരുടെയെങ്കിലും ATM കാർഡ് കൊണ്ടുപോയിട്ട് ഗ്രീൻ ചാനൽ കൗണ്ടറിലൂടെ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാനിവിടെ ഒരു 10,000 രൂപയാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ മെഷീനിന്റെ കീപാഡിൽ ഞാൻ 10,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത 10,000 രൂപ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കീപാഡിൽ ചുവപ്പ് കളറിലും മഞ്ഞ കളറിലും പച്ച കളറിലും 3 ബട്ടണുകൾ കാണുന്നുണ്ടല്ലോ. അതിൽ പച്ച കളറിൽ കാണുന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അതാണ് ഈ കീപാഡിലെ സെലക്ട് ബട്ടൺ. ഇനി നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ട്രാൻസാക്ഷൻ വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനാണ് നമുക്ക് ആ ചുവപ്പ് ബട്ടൺ ഈ കീപാഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആവും. ഇനി ആ മഞ്ഞ കളറിലുള്ള ബട്ടൺ എന്തിനാണെന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പൊ ഏതായാലും ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ 10,000 രൂപയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതെന്ന് കാണിച്ചിരിക്കുന്നു. ഇനി അത് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ ചുവപ്പ് ബട്ടണിലും പ്രസ് ചെയ്യാം. അപ്പൊ ഏതായാലും എനിക്ക് ഈ ക്യാഷ് എടുക്കണം. അതിനായിട്ട് ഞാൻ ആ പച്ച ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ എന്റെ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന് അഥവാ 4 അക്ക പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഇവിടെ ഞാൻ 2 നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷെ എനിക്ക് പെട്ടെന്നാണ് തോന്നിയത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത പിന്ന് തെറ്റാണ്. അപ്പൊ നമ്മൾ ATM കാർഡിന്റെ പിന്നായാലും അതേപോലെ ക്യാഷ് ടൈപ്പ് ചെയ്യുമ്പോഴും അതേപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്കത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തെറ്റിപ്പോയ നമ്പറുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നടക്കില്ലല്ലോ. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കീപാഡിൽ കാണുന്ന ആ മഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമ്മൾ തെറ്റിച്ചു പോയ അക്കങ്ങൾ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ ഞാൻ ആ മഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ 2 അക്കങ്ങൾ സ്ക്രീനിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി എനിക്ക് ശരിയായ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ ശരിയായ 4 അക്ക പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ അത് സ്ക്രീനിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് പച്ച ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് സെലക്ട് ആകാനായിട്ട് പച്ച ബട്ടണിൽ തന്നെയാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ പ്രോസസിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ സ്ക്രീനിൽ ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ട്രാൻസാക്ഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഈ മെഷീനിന്റെ ഈ ഭാഗത്ത് കൂടെ അതിന്റെ റെസിപ്റ്റ് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ മുഴുവനായിട്ട് ആ റെസിപ്റ്റ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ഓഫീസർ അത് കീറിയിട്ട് അതിന്റെ പകുതി ഭാഗം അവരെടുത്തിട്ട് ബാക്കി പകുതി ഭാഗം നമ്മളുടെ കയ്യിലേക്ക് തരുന്നതാണ്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ അപ്രൂവ് ആയി കഴിഞ്ഞു അത് കൗണ്ടറിലുള്ള ആ കമ്പ്യൂട്ടറിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് കാണിക്കുന്നതാണ്. അപ്പൊ അവര് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് കൗണ്ടറിലുള്ള ആ ഓഫീസർ നമുക്ക് നൽകുന്നതാണ്. അങ്ങനെ അവർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷൻ പൂർത്തിയാകുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ATM കാർഡ് ഇതുപോലെ മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വീഡിയോ ഷെയറും ചെയ്യാം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.